ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 2 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 കോടി രൂപ വില വരുന്ന ഒരു വജ്രമോതിരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg പൈനാപ്പിൾ കേക്ക് ആണ്, ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇത് 8 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് ക്രം കോട്ടെല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് ഇതിന്മേൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ബർഗണ്ടി കളറാണ് കേട്ടോ. ബർഗണ്ടി കളർ കൊടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ പാലറ്റ് നൈഫ് എടുത്തിട്ട് ഇതുപോലെ ബർഗണ്ടി കളറിനെ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ പാലറ്റ് നൈഫിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഡ്രോപ്പ് ആയിട്ട് വെച്ചതിന് ശേഷം കേക്കിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബർഗണ്ടി കളർ ശരിക്കും നല്ല ഡാർക്കാണ്, പക്ഷേ എൻ്റെ ഏകദേശം പിങ്ക് കളറിലുണ്ടോ. ഞാൻ അത്രയും കുറച്ച് കളർ എടുത്തിട്ടാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആവാത്ത ഭാഗത്തേക്കൊക്കെ വീണ്ടും നമുക്ക് ഇതിൽ പാലറ്റ് നൈഫിൽ വീണ്ടും നമുക്ക് കളർ ആക്കി കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് ആക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ കയ്പുണ്ടോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറച്ച് ചെയ്യുന്ന ടൈമിൽ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അവിടെ കേക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ കളറാക്കിയതിന് ശേഷം പാലറ്റ് നൈഫ് ജസ്റ്റ് ഇതുപോലെ മേലേക്ക് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വലിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുതാ. ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഷേപ്പിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. പാലറ്റ് നൈഫ് മേലേക്കും സൈഡിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കട്ടെ. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഡിസൈനാണ് ഇതിൽ കിട്ടുന്നത്. അഥവാ നമുക്ക് അൺഫിനിഷിങ് ചെയ്യാത്ത ഒരു ലുക്ക്, പക്ഷേ അത് നല്ലൊരു എലഗൻറ്റ് ലുക്കാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് വെഡ്ഡിങ് കേക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ബർത്ത്ഡേ ഓർഡർ കേക്കായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുകളിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ മുകളിൽ ഈ ഒരു നോർമലായിട്ടുള്ള ഒരു പ്ലെയിൻ ആക്കി അവിടെ ഇടാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് അപ്പം തന്നെ ഇത് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിട്ട് വലിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആ ക്രീമെല്ലാം തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ വരികയുള്ളൂ. പിന്നെ നമുക്ക് നല്ല ഫിനിഷ് ആക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുകളിൽ പ്ലെയിൻ ആയിട്ട് ഇടാമെന്ന് കരുതിയെങ്കിലും പിന്നെ ഞാൻ അത് നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഡെക്കറേഷൻ ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാലറ്റ് നൈഫൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും കൂടി കേക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ആ ക്രീം കുറച്ചൊന്ന് മേലേക്ക് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ഷുഗർ ബോൾസ്, ചെറുത് വലുത് അങ്ങനെ 2 സൈസിലുള്ളത്, അതുപോലെ തന്നെ പിങ്ക് ഷുഗർ ബോൾസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടുവിലായിട്ട് കുറച്ച് നമുക്ക് പേരെഴുതാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക. ഇനി വന്നിട്ട് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ നടുവിലൊരു പോർഷൻ ഞാൻ ഈ ഒരു ഗോൾഡൻ ലീവ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ, ഇതൊരു കാർഡ്ബോർഡ് പോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളതാണ്, കഴിക്കുന്നതല്ല കേട്ടോ. ഇനി ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെയിം കട്ടറിൽ ഇതുപോലെ പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക്. ഇനി നെക്സ്റ്റ് കേക്ക് ഞാൻ ഫുൾ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ക്രീം കോട്ടും ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞിട്ട് വെച്ചതാണ്. ഇത് വന്നിട്ട് 1 kg പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള റോസറ്റ വരക്കുന്ന ആ ഒരു കളറ് സെയിം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ബർഗണ്ടി കളറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് താഴേക്ക് വരുന്ന ആ രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡെക്കറേഷൻ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്കിൽ കൂടി നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഈസി ആയിട്ട് റോസറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതാ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സ്പേസിലൊക്കെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നോസിൽ 100N2 ആണ് കേട്ടോ. ഓപ്പൺ നോസിലല്ല, 100N1 ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ കുറച്ച് ക്ലോസ് ആയ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഡെക്കറേഷനിൽ നിങ്ങൾക്ക് ഏത് ഡെക്കറേഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾക്ക് 1.5 കോടി രൂപ വരുന്ന വജ്രമോതിരം കേട്ടോ. അതിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ തിരൂർ മജസ്റ്റിക് ജ്വല്ലറിയിൽ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ, 22. അതും ഞാൻ എത്തിയത് ഒരു നൈറ്റ് ആയിക്കണ്, 7 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാൻ ഇത് വീഡിയോ കണ്ട് 4 ദിവസത്തെ ഒരു എക്സിബിഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 18 മുതൽ 22 തീയതി വരെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഒത്തിരി ദൂരം ഉണ്ടല്ലോ ഇങ്ങോട്ട്. അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ വന്ന് നോക്കിയപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കസ്റ്റമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ആളുകളൊക്കെ അത് സെൽഫി എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഇതിൻ്റെ കൂടെ സെൽഫി എടുത്തിട്ട് അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ ഇതാണ് കേട്ടോ ആ മുതൽ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെയൊക്കെ കാണാൻ കിട്ടുന്നത് ഒരു അപൂർവ അവസരമായിരിക്കും നമ്മൾക്ക്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ ഇവിടെ തികച്ചും ഫ്രീ ആയിട്ടാണ് കേട്ടോ 4 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ഡയമണ്ട് മോതിരമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നിട്ട് ഒന്ന് സെൽഫിയൊക്കെ എടുത്തു, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേ ദിവസം തന്നെ ആ ഒരു എക്സിബിഷൻ്റെ അന്നേ ദിവസം തന്നെ അവിടെ പുതിയ ഡയമണ്ടിൻ്റെ സെക്ഷൻസൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച് ഒറ്റ മോതിരം എന്ന ബഹുമതിയും ഈ ഒരു ജ്വല്ലറിക്കാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരുപാട് സിൽവർ കളക്ഷൻസ്, ഗോൾഡ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, അത്ര ക്ലിയർ ഇല്ല നൈറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ അവിടുത്തെ ലൈറ്റും കൂടെ ആ ഒരു ഇതിലേക്ക് പതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നാണ് ഫുൾ എൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എൻ്റെതായാലും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആയാലും ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഗോൾഡ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ തിരൂർക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ പോയി കണ്ടിരുന്നോ ഈ ഒരു പ്രോഗ്രാം എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ട് കാണാതിരിക്കുമ്പോൾ മോശമല്ലേ. ആരെങ്കിലും ഞാനിത് സ്റ്റാറ്റസ് വെച്ച ടൈമിൽ എന്തെങ്കിലും വാങ്ങിയിരുന്നോ, പർച്ചേസ് ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് നാട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെജസ്റ്റിക് ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ ഗോൾഡ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ കല്യാണ ആഭരണങ്ങൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ സെറ്റായിട്ട് നമ്മളാണല്ലോ ഇടുക. അപ്പോൾ അത് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ എന്താ പറയുക വെയിറ്റ് അനുസരിച്ചിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിൽവർ സെക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഡയമണ്ട്, സിൽവർ, ഗോൾഡ് എല്ലാം. പിന്നെ ഇതാ നല്ല ബ്രാൻഡഡ് വാച്ചുകളും വാച്ചിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ വന്നാലുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ് കേട്ടോ എൻ്റെ പ്ലേസ്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ റീൽസൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.